PRP അല്ലെങ്കിൽ GFC ഏതൊക്കെ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്? പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് എടുത്ത് അതിനെ പ്രോസസ് ചെയ്ത് അതിൽ നിന്നുള്ള പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് PRPയും GFC എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഗ്രോത്ത് ഫാക്ടർ ഉണ്ടാവും, നല്ല ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കൂടുതൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ എപ്പോഴും നിങ്ങൾ PRP ചെയ്യുന്നതിനേക്കാളും GFC ആണ് ബെറ്റർ റിസൾട്ട് തരുന്നത്. പിന്നെ ഇത് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ പ്ലാസ്മ എടുത്തതിന് ശേഷം നമ്മൾ അത് ഡയറക്റ്റ് തലയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്മ ഇൻസുലിൻ സിറിഞ്ചിൽ ലോഡ് ചെയ്തതിനു ശേഷം ഒരു നിശ്ചിത അകലത്തിൽ തലയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ അതൊരു ഷോർട്ട് ഗൺ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻഫ്യൂഷൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ സാധാരണ എല്ലാ ക്ലിനിക്കിലും ചെയ്തു വരുന്നത് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം ഒരു മൈക്രോ നീഡ്ലിംഗ് കൂടെ കൊടുക്കുന്നതായിരിക്കും. അതിപ്പോ ഡെർമ പെൻ ഉപയോഗിച്ചും കൊടുക്കുന്നുണ്ട്, ഡെർമ റോളർ ഉപയോഗിച്ചും മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും അവിടുത്തെ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഈ പറയുന്ന രീതികളിലൊക്കെയാണ് PRP അല്ലെങ്കിൽ GFC ചെയ്യുന്നത്.